ഹലോ സുഹൃത്തുക്കളെ, ഞാനും നിൽക്കുന്ന എറണാകുളം ജില്ലയിലെ മറൈൻ ഡ്രൈവ് ആണ് സ്ഥലം. സമയമൊക്കെ ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു നോക്കാം. ചുറ്റുവട്ടം ഉള്ളിലോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. വൈകിട്ട് സമയമാണ്. ബോട്ടിംഗ് സർവീസൊക്കെ ഈ സമയത്തുണ്ട്. സൂര്യാസ്തമയം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് സമയമുണ്ട്. ഇവിടെയുള്ള ഭാഗത്തെ ആൾക്കാരെല്ലാം ഒന്നിക്കുന്ന ഇവിടെയാണ്. ഇതിങ്ങനെ നടന്നു കഴിഞ്ഞ് ജോഗിങ് ഒക്കെയാണ്. വൈകിട്ട് സമയത്തെ ആൾക്കൂട്ടമാണ്. തൊട്ടിപ്പുറം ഒരു പരിപാടി നടന്നുകൊണ്ടിരിപ്പുണ്ട്, ഒരു ഗുഹയുടെ. ഏകദേശം അവിടെ കയറുന്നതിന് 100 രൂപ പാസ്സുണ്ട്. ഒക്ടോബർ 9-ാം തീയതി വരെ ഉണ്ട്. ബോട്ടിംഗ് സർവീസാണ്. ഇവിടെ കയറുന്നതിന് 100 രൂപ പാസ്സൊക്കെ ഉണ്ട്. 100, 150, 200 രൂപയ്ക്കാണ് റേറ്റുകൾ തന്നെ ഇവിടെ ഓരോ ബോട്ടുകൾക്കനുസരിച്ച്. നിരവധി ബോട്ടുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഓരോ ബോട്ടിംഗ് കൗണ്ടർ ഉണ്ട്. ഇങ്ങനെ സെക്ഷൻ തിരിച്ചിട്ടേക്കാണ്. ഓരോ ബ്രാൻഡ് പേരൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഓരോ സെക്ഷനാണ്. ഇവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകാശ ഊഞ്ഞാലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മറിച്ചേക്കുവാണ്. ഒരു തിങ്കളാഴ്ച ദിവസമാണ്. ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ട് വിശാലമായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല രീതിയിലാണ് പണിതിട്ടേക്കുന്നത്. ഒരു മരത്തിൻ്റെ ചൂടാണ്. ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങ് ദൂരത്തിലൊക്കെ ചെറിയ ബോട്ടുകളുടെ വ്യത്യസ്ത തരത്തിലുള്ള ബോട്ടുകളാണ്. ആഫ്രിക്കൻ പാലാണ് ഈ ഭാഗത്ത് സൈഡിലൂടെ കയറുന്നത്. ഇതിലോട്ട് വരുമ്പോൾ എല്ലാം തെളിച്ചിട്ടേക്കാണ്. ആഴത്തിൻ്റെ ഇത് മനസ്സിലാക്കാനാണ് ഇവിടെ ഇങ്ങനെ കമ്പ് കുത്തി വെച്ചേക്കുന്നത്, കോല്. ഇവിടെ ചെറിയൊരു വള്ളം കിടപ്പുണ്ട്, പഴയ രീതിയിലുള്ള. ഇതിപ്പം ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടേക്കാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാം പുതിയ ഇതായിട്ടുള്ള ചെറിയ ബോട്ട് 100 രൂപ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ നോക്കിയപ്പോൾ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. ബോട്ടുകളിൽ ഈ താഴെയായിട്ട് ഇങ്ങനെ 6-4 ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറം തന്നെ അവരുടെ വേറൊരു ഇതുണ്ട്. അതുപോലെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെയുണ്ട്. ഇതിപ്പം യാത്ര ചെയ്യാനായിട്ട് തുടങ്ങുന്നൊരു ബോട്ടാണ്. അതിൻ്റെ അടി താഴയിലുണ്ട്. 812 രാത്രി ആയതോടുകൂടി ബോട്ടിൽ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ സൈഡിലായിട്ടൊന്ന് സ്ഥാപിച്ച് വെച്ചേക്കുന്നതാണ്. ടിക്കറ്റ് കൗണ്ടർ പോലെ എന്തോ സംഭവമാണ്. സർവീസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബോട്ടുകളുടെ
ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കുന്ന ഇവിടെയാണ്. ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ തിരിച്ചേക്കുക. അതിലൊരു ഭാഗമാണിത്. ടൂറിസ്റ്റ് അക്ലേഷൻ സെൻറ്റർ എന്നും പറഞ്ഞാണ്. നിയോ ക്ലാസിക്. തൊട്ടിപ്പുറയായിട്ട് ഇങ്ങനെ കടകളാണ്. സ്നാക്സും ചെറിയ ഉപ്പിലിട്ടതും മാങ്ങയൊക്കെ. ഇവിടെ ബോട്ടിംഗ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 5:30-ക്കാണ്. വൈകിട്ട് 7:30 വരെയുണ്ട് സമയം. ബോട്ടിംഗ് സർവീസുകളാണ്. ആ ഒരു സമയപരിധിയിലാണ്. നോക്കി നിൽക്കുന്ന സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. സൈഡിലെ വഴിവിളക്കുകളെല്ലാം തെളിഞ്ഞ്. ഇവിടെ ഉള്ള ഏറ്റവും വലിയൊരു ബോട്ടാണിത്. ഇവിടുത്തെ കിടക്കുന്നതിൽ നല്ല ഡിസൈനിങ് വർക്കാണ് ചെയ്തേക്കുന്നത്. ഇതൊരു വേറൊരു കൗണ്ടറാണ് ടിക്കറ്റ് എടുക്കാനുള്ള. അവിടുത്തെ ടൈം കാണിച്ചേക്കുന്നത് പ്രവർത്തന സമയം ഓരോന്നും വ്യത്യസ്ത രീതിയിലാണ്. രാവിലെ 8 മണിക്ക് 8:30-ക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ, പിന്നെ 2 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ, 5:30 വരെയൊക്കെ വ്യത്യസ്ത സമയങ്ങളിലൊക്കെയാണ് ബോട്ടിംഗ് സർവീസുകൾ ഇങ്ങോട്ട്. ഇവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട്. അതിന് ട്രെയിനിൻ്റെ ഷേപ്പാണ്. 2 ട്രെയിൻ കൂട്ടി വെച്ചതിൻ്റെ ഒരു വികൃതമായ ഷേപ്പാണ്. എല്ലാം പടം കെട്ടി ബന്ധിച്ചിട്ടേക്കാണ് മരവുമായിട്ട്. കയറി വരുന്ന ഭാഗം ഇതായിരുന്നു. ഞാൻ ആ സൈഡിൽ കൂടെ സൈക്കിൾ വെച്ചിട്ട് കയറി വരുമായിരുന്നു. ഇതുമ്പോൾ തന്നെ ഈ ഒരു ഭാഗമാണ്. ചെറിയൊരു സ്തൂപമാണ്. പലതരം കലകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സൈഡിലായിട്ട് നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ സൈക്കിളുകളാണ് നിരത്തി വെച്ചേക്കുന്നത്, ലോക്ക് ചെയ്ത്. ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കയറി നിന്ന് സൈക്കിള് ചവിട്ടാനൊക്കെ ആയിട്ടാണ്. ചെറിയൊരു എമൗണ്ട് നൽകി ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഹൈക്കോടതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. മുകൾ ഭാഗം മൊത്തം ഓട് കഴിഞ്ഞേക്കുവാണ്. അതിൻ്റെ ഒരു കളറ് മനോഹരമായിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് കൊച്ചി വാട്ടർ മെട്രോ ഡെഡിക്കേഷൻ ബൈ നരേന്ദ്രമോദി. റൂട്ട് മാപ്പുകളാണ് ടൂറിസ്റ്റ് വാട്ടർ മെട്രോ കൊച്ചി. നമ്മളിപ്പോൾ നിൽക്കുന്ന ഫോർട്ട് കൊച്ചി ഇതൊരു ഭാഗമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടെല്ലാം സർവീസുകളുണ്ട്. കുമ്പളം ഈ താഴത്തോട്ടുള്ള ഭാഗങ്ങളാണ്. മുകളിലോട്ടുള്ള ഞറയ്ക്കൽ, ആലപ്പുഴ, ആലുവയൊക്കെ ഉണ്ട് വാട്ടർ സർവീസിങ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുന്ന് പുറപ്പെടുന്ന സമയമൊക്കെയാണ്. പാസ്, പൈസ, കാര്യങ്ങളൊക്കെ ഏകദേശം 40 രൂപയാണ് സമയമുണ്ട് ഇവിടെ. ഞാൻ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. ഞാൻ കയറിയില്ല. ഇതിൻ്റെ അകത്ത് പാസ് എടുത്ത് കയറി. ബോട്ട് സർവീസൊക്കെ ഉണ്ട് ഈ സമയമുണ്ട്. ഇപ്പം 6 കഴിഞ്ഞിട്ടുണ്ട് സമയം. സന്ധ്യ എടുക്കും തോറും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലൊക്കേഷൻ. അപ്പം സൈക്കിളൊക്കെ ചൂസ് ചെയ്യുന്നതിന് ഏകദേശം 15 രൂപയുള്ളൂ. 5 രൂപ ഓൺലൈൻ വഴി അടച്ച് ചെയ്യുമ്പം QR സ്കാൻ ചെയ്ത് യൂസ് ചെയ്യാം. ഈ മെട്രോ ഭാഗങ്ങളൊക്കെ ഈ സൈക്കിളിന് ചുറ്റി കറങ്ങി നടക്കാം.
സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റുകളെല്ലാം തെളിഞ്ഞു, പ്രദേശമാകെ. ഇവിടെ ഈ സൈഡിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ് നിയമങ്ങളൊക്കെയാണ് ഇവിടുത്തെ. ഏകദേശം ഇവിടെ വന്നിട്ട് ഇപ്പോൾ അരമണിക്കൂർ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പെൻഡ് ചെയ്തു. കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു, ലൊക്കേഷനൊക്കെ ഒന്ന്. അന്തരീക്ഷം മൂടി വന്നിട്ടുണ്ട് രാത്രി ആവുന്നതോടുകൂടെ. ഇങ്ങ് അകലെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പോയി വിളക്കുകൾ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന നല്ലൊരു കാഴ്ച തന്നെയാണ്. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഈ പാർക്കിൻ്റെ ഉള്ളിൽ കയറി. മറൈൻ ഡ്രൈവ് ആണ് സ്ഥലം. ഇവിടെ ഉള്ളൊരു ദൂരെ നിന്ന് കേൾക്കുന്നവർക്ക് ഈ സമയത്താണ് തോന്നുന്നത് ഉറക്കമില്ല. തെരുവ് ഇങ്ങനെ എന്താണ് പറയുന്നത്, വിശാലമായി തുറന്നിട്ടേക്കുന്നൊരു ഭാഗം പോലെയാണ്. കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്ന കടകളൊക്കെ നല്ല ആക്റ്റീവായിട്ടുണ്ട് ഈ സമയമായപ്പോൾ. ലൈറ്റെല്ലാം പ്രകാശിപ്പിച്ച് വൈകിട്ട് സമയങ്ങളിൽ ജോഗിങ് ഒക്കെ ചെയ്യാനായിട്ട് ഈ ഒരു സ്ഥലം യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ നല്ലപോലെ. എല്ലാ ദൂരെ നിന്ന് കാഴ്ച കാണാൻ, പിന്നെ ഇവിടുത്തെ ഈ ഒരു ബോട്ടിങ് സർവീസ് ആസ്വദിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അതൊരു ലൊക്കേഷൻ ഒരു രക്ഷയില്ല, നല്ലൊരു പ്ലേസ് തന്നെയാണ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ തന്നെ. ഇപ്പോൾ ഇവിടെ ഇപ്പം നിലവിൽ ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയുള്ളവർ വിദേശികളായും സ്വദേശികളും പലയിടത്തു നിന്നൊക്കെയാണ് വന്നേക്കുന്നത്. അവരുടെ സംസാരത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. കുറച്ച് മുമ്പ് പുറപ്പെട്ട ഒരു ബോട്ട് സർവീസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുണ്ട്. ഒരു ട്രിപ്പ് സർവീസിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ലൈറ്റെല്ലാം തെളിയിച്ച് മഠം അടുത്തുള്ള ഇതുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. ഒരു ബോട്ട് ചട്ടിയുടെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പ്രദേശമാണ് മറൈൻ ഡ്രൈവിന് ചേർന്നൊരു ഉള്ളിലോട്ട് കയറിയ ഭാഗമാണ്. ബോട്ടിങ് സർവീസൊക്കെ ഇവിടെ നിന്നാണ് ഉള്ളിലോട്ട് ബോട്ടിങ്ങിന് കയറുന്നത് ആൾക്കാർ. ഒരു ഭാഗമാണ്. അതുമായിട്ട് ഇങ്ങനെ ഒരു വാച്ചിൻ്റെ ഷേപ്പിൽ വലിയൊരു ക്ലോക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു 7 മണിയൊക്കെ എടുക്കുകയാണ്. പുറപ്പെടാനായിട്ട് ഒരു ബോട്ട് അവിടെ റെഡിയായിട്ട് ഇരിക്കുകയാണ്. ആൾക്കാരെല്ലാം കയറ്റി താഴ്ഭാഗത്തു നിന്ന് മേളിലോട്ട് കയറുന്നൊരു വഴിയാണ്, സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇതാണ് ഒരു വലിയൊരു ഗ്രൗണ്ട് പോലെ രീതിയിൽ റൗണ്ട് ഡിസൈനിങ്ങിലാണ്. ഈ ഒരു ഡിസൈനിങ്ങിലാണ് ഇവിടെ പണിത് വെച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു ഷേപ്പിൽ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കാഴ്ച കാണാനൊക്കെ ആയിട്ട്. വെള്ളക്കെട്ടിൻ്റെ മറ്റു ഭാഗമാണ് ഇതിലോട്ട് കയറിയുള്ളത്. ഞാനിപ്പോൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. പാർക്കിൽ ഒരു ലക്ഷ്യമില്ലാതെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പിന്നെ ബോട്ടിങ് സർവീസുകൾ ഒരു 7:30 സമയമുണ്ട്. ആ സമയത്തും സർവീസുകളുണ്ട്. ഞാൻ ചുറ്റുപാടുകൾ ഇത് തന്നെയാണ്. അപ്പോൾ ഒരു അലക്ഷ്യമായിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഒരു സന്ധ്യാസമയത്തോട് ചേർന്നു. ഇനി അവിടെ ഇരുന്നിട്ട് ഇത് തന്നെയാണ് കാണുന്ന കാഴ്ച. അപ്പോൾ അവിടെ അധികം ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്തിരിക്കുകയാണ് മറ്റൊരു വീഡിയോ മറ്റൊരു സ്ഥലത്ത് വെച്ച്.
മെയിൻ ഡ്രൈവിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. സൈക്കിൾ പാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഗുണ ക്യാവ് എന്നും പറഞ്ഞൊരു പരിപാടിയാണ്. മറ്റേ ഗുഹയുടെ ചെറിയൊരു ചിത്രീകരണം. 100 രൂപയാണ് പാസ് ഉള്ളിൽ കയറുന്നതിന്. സെപ്റ്റംബറിലാണ് തുടങ്ങിയത്. ഒക്ടോബർ 6-ാം തീയതി വരെ ഉണ്ട്. 100 രൂപയാണ് പാസ്.